പട്ടടയ്ക്കൽ എന്നത് ഇന്ത്യയിലെ വടക്കൻ കർണാടകയിലെ സി 7-8 നൂറ്റാണ്ടുകളിലെ ഹിന്ദു ജൈന ക്ഷേത്രങ്ങളുടെ ഒരു സമുച്ചയമാണ്. ബാഗൽകോട്ട് ജില്ലയിലെ മാലപ്രഭ നദിയുടെ പടിഞ്ഞാറൻ തീരത്തായി സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രം കൂടിയാണ്. കിരീടാഭിഷേക സ്ഥലം എന്നർത്ഥം വരുന്ന പട്ടടയ്ക്കൽ പുരാതന ഇന്ത്യയിലെ സാംസ്കാരികവും ചരിത്രപരവുമായ പ്രാധാന്യമുള്ളതാണ്. മാലപ്രഭ നദി ഹിമാലയത്തിലേക്കും കൈലാസപർവ്വത്തിലേക്കും വടക്കോട്ട് ഗതിമാറ്റിയ സ്ഥലത്തെ അടയാളപ്പെടുത്തിയതിനാൽ ഇതൊരു പുണ്യസ്ഥലമായി കണക്കാക്കപ്പെട്ടു പോരുന്നു. പേര് സൂചിപ്പിക്കുന്നത് പോലെ ചാലൂക്യ രാജവംശത്തിന്റെ കാലത്ത് സി 7-ാം നൂറ്റാണ്ടിലെ വിനയാദിത്യൻ ഉൾപ്പെടെയുള്ളവരുടെ കിരീടധാരണ ചടങ്ങുകൾക്ക് ഈ മേഖല പതിവായി ഉപയോഗിച്ചിരുന്നു. പട്ടടയ്ക്കലും അതിന്റെ സമീപ പ്രദേശങ്ങളായ ഐഹോളയും ബദാമിയും ഒരു പ്രധാന സാംസ്കാരിക മതകേന്ദ്രമായി പ്രവർത്തിച്ചു പോന്നു. വാസ്തുവിദ്യാ നവീകരണങ്ങളുടെയും ആശയങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും കേന്ദ്രമായിരുന്നു ഇവിടങ്ങളെല്ലാം. 7-ാം നൂറ്റാണ്ടിലെ ഈ സാംസ്കാരിക സംഗമം ഉത്തരേന്ത്യയിൽ നിന്നും ദക്ഷിണേന്ത്യയിൽ നിന്നുമുള്ള ആശയങ്ങൾ സംയോജിപ്പിച്ച ഒരു ബന്ധമായി മാറി. ചാലൂക്യ സാമ്രാജ്യം ഈ കാലഘട്ടത്തിൽ ഐഹോള, ബദാമി, പട്ടടയ്ക്കൽ മേഖലയിൽ നിരവധി ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു. ചാലൂക്യ സാമ്രാജ്യത്തിന്റെ പതനത്തെ തുടർന്ന് 10-ാം നൂറ്റാണ്ടിൽ രാഷ്ട്രകൂട സാമ്രാജ്യം ഈ പ്രദേശം ഭരിച്ചു. 11ഉം 12ഉം നൂറ്റാണ്ടുകളിൽ ആദ്യകാല ചാലൂക്യ സാമ്രാജ്യത്തിന്റെ ഒരു ശാഖയായ ചാലൂക്യർ പട്ടടയ്ക്കൽ പ്രദേശത്ത് പുതിയ ഹിന്ദു, ജൈന, ബുദ്ധക്ഷേത്രങ്ങളും ആശ്രമങ്ങളും നിർമ്മിക്കുന്നത് തുടർന്നു പോന്നു. എന്നിരുന്നാലും 13-ാം നൂറ്റാണ്ടിൽ പട്ടടയ്ക്കലിന് വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. മാലപ്രഭ താഴ്വര ഉൾപ്പെടെയുള്ള പ്രദേശം ഡൽഹി സുൽത്താനേറ്റിന്റെ സൈന്യത്തിന്റെ ആക്രമണങ്ങളും കൊള്ളയും നേരിട്ടത് പ്രദേശത്തെ നാശത്തിലേക്ക് നയിച്ചു. ഈ പ്രക്ഷുബ്ധ കാലഘട്ടം വിജയനഗര സാമ്രാജ്യത്തിന്റെ ഉദയത്തോട് അവസാനിച്ചിരുന്നു. സ്മാരകങ്ങളുടെ സംരക്ഷണത്തിനായി കോട്ടകൾ നിർമ്മിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ വിജയനഗര സാമ്രാജ്യം സ്വീകരിച്ചു. പട്ടടയ്ക്കൽ അതിർത്തി പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നയിടം വിജയനഗരവും അതിന്റെ വടക്ക് സുൽത്താനേറ്റുകളും തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിരുന്നു. 9 ഹിന്ദു ക്ഷേത്രങ്ങളും ഒരു ജൈന ക്ഷേത്രവും അടങ്ങുന്ന 10 പ്രധാന ക്ഷേത്രങ്ങൾ പട്ടടയ്ക്കലിലുണ്ട്. ഈ ക്ഷേത്രങ്ങൾ നിരവധി ചെറിയ ആരാധനാലയങ്ങളും സ്തംഭങ്ങളും ചേർത്ത് ആകർഷണീയമായ ഒരു വാസ്തുവിദ്യാ സമുച്ചയമുണ്ടാക്കുന്നു. വിരൂപാക്ഷ ക്ഷേത്രം, കടസിദ്ധേശ്വര ക്ഷേത്രം, ജംബുലിംഗേശ്വര ക്ഷേത്രം, ഗലകനാഥ ക്ഷേത്രം, ചന്ദ്രശേഖര ക്ഷേത്രം, സംഗമേശ്വര ക്ഷേത്രം, കാശി വിശ്വനാഥ ക്ഷേത്രം, മല്ലികാർജുന ക്ഷേത്രം, പാപനാഥ ക്ഷേത്രം എന്നീ ഹിന്ദു ക്ഷേത്രങ്ങളും ജൈനനാരായണ ക്ഷേത്രം എന്ന ജൈന ക്ഷേത്രവും ഈ ക്ഷേത്ര സമുച്ചയത്തിൽ ഉൾപ്പെടുന്നു. ഈ ക്ഷേത്രങ്ങൾ പ്രധാനമായും ശിവന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. കൂടാതെ ഈ ക്ഷേത്രങ്ങൾ ഒരു നടപ്പാതയാൽ ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ സന്ദർശകർക്ക് അവ പരിവേഷണം ചെയ്യാൻ സൗകര്യമൊരുക്കുന്നു. വിക്രമാദിത്യ രണ്ടാമൻ രാജാവിന്റെ ഭാര്യ ലോകമഹാദേവി രാജ്ഞി കാഞ്ചീപുരത്തെ വിജയകരമായ സൈനിക നീക്കങ്ങൾക്ക് ശേഷം നിർമ്മിച്ചതാണ് വിരൂപാക്ഷ ക്ഷേത്രം. വിരൂപാക്ഷ ക്ഷേത്രത്തിന്റെ മാതൃകയിലാണ് എല്ലോറയിലെ കൈലാസനാഥ ക്ഷേത്രം പണികഴിപ്പിച്ചത് എന്നാണ് വിശ്വാസം. AD 740 ത്രൈലോക്യ മഹാദേവി രാജ്ഞിയാണ് മല്ലികാർജുന ക്ഷേത്രം നിർമ്മിച്ചത്. അകത്തെ ചുവരുകളിൽ രാമായണത്തിലെയും മഹാഭാരതത്തിലെയും എപ്പിസോഡുകൾ കൊത്തിവെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വിജയാദിത്യ രാജാവിന്റെ കാലത്ത് പണികഴിപ്പിച്ച സംഗമേശ്വര ക്ഷേത്രമാണ് ആദ്യകാല ക്ഷേത്രം. ശ്രീകോവിലിന്റെ പുറം ഭിത്തിയിൽ ഉഗ്ര നരസിംഹത്തിന്റെയും നടരാജന്റെയും ശില്പമുണ്ട് എന്നതാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത. AD 8-ാം നൂറ്റാണ്ടിലെ ഒരു ജീർണിച്ച ക്ഷേത്രമാണ് ഗലകനാഥ ക്ഷേത്രം. മുക്തേശ്വര എന്ന് പരാമർശിക്കപ്പെടുന്ന പാപനാഥ ക്ഷേത്രം AD 740 പൂർത്തിയായതായി കണക്കാക്കപ്പെടുന്നു. ഇതിന് മുൻവശത്തായി മണ്ഡപം, സഭാമണ്ഡപം, മുൻമുറി, ചതുരാകൃതിയിലുള്ള ഗർഭഗൃഹം എന്നിവയുണ്ട്. ദ്രാവിഡ നാഗര ശൈലിയിലുള്ള മിശ്രിതമാണ് ഈ ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ. ഇങ്ങനെ ഓരോ ക്ഷേത്രങ്ങൾക്കും മികച്ച വാസ്തുവിദ്യാ പ്രത്യേകതകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ ക്ഷേത്രങ്ങളുടെ വാസ്തുവിദ്യാ ശൈലികൾ 2 പ്രധാന ഇന്ത്യൻ വാസ്തുവിദ്യാ പാരമ്പര്യങ്ങളുടെ സംയോജനത്തെ പ്രതിഫലിപ്പിക്കുന്നു. പട്ടടയ്ക്കലിലെ ക്ഷേത്രങ്ങൾ വാസ്തുവിദ്യാ വിസ്മയങ്ങൾ മാത്രമല്ല, ഇന്ത്യയുടെ സമ്പന്നമായ പൈതൃകം പ്രദർശിപ്പിക്കുന്ന പ്രധാന മതപരവും സാംസ്കാരികവുമായ സ്ഥലങ്ങൾ കൂടിയാണ്.